കൊച്ചിയിൽ ഷോറൂം തൊഴിലാളിയുടെ മരണത്തിന് ഇടയാക്കിയ റേഞ്ച് റോവർ അപകടം മാനുഷിക പിഴവെന്ന് റിപ്പോർട്ട്. മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ വാഹനത്തിന് തകരാർ ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തി. ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. റാഫി കരീമുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. റാഫി, മുഖ്യമന്ത്രി കളക്ടർക്കാണുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്ന അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ ഈ ഡീലേഴ്സ് അസോസിയേഷൻ പറയുന്നത് എന്താണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് റേഞ്ച് റോവർ അപകടവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. യന്ത്ര തകരാറാണോ അതോ മാനുഷിക പിഴവാണോ ഈ അപകടത്തിന്റെ കാരണമെന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഒരു അന്വേഷണം നടത്തുകയും പ്രാഥമികമായ ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് മാനുഷിക പിഴവാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണം എന്നുള്ളതാണ്. ഈ വാഹനവുമായി ബന്ധപ്പെട്ട് യന്ത്ര തകരാറുകളോ മറ്റ് സാങ്കേതിക തകരാറുകളോ ഒന്നും തന്നെ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണത്തിൽ കഴിഞ്ഞിട്ടില്ല. ഈ വാഹനം ഈ ഡീലർമാർക്ക് നൽകുന്നതിന് വേണ്ടി എത്തിച്ച ട്രക്കിൽ നിന്ന് ഇറക്കുന്നതിനിടെ ഈ ട്രേഡ് യൂണിയൻ തൊഴിലാളിയായ അൻഷാദിന് ഈ വാഹനത്തിലുള്ള നിയന്ത്രണം നഷ്ടമായതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമെന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ അൻഷാദിന് മുൻപ് ഇത്തരത്തിലുള്ള റേഞ്ച് റോവർ വാഹനം അല്ലെങ്കിൽ ആഡംബര വാഹനങ്ങൾ ഓടിച്ചുള്ള മുൻപരിചയം ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ ഈ വാഹനം പുറത്തേക്ക് ഇറക്കുമ്പോൾ ഇത് ഒരു ട്രാക്ക് വെച്ചാണ് ഈ ഇറക്കുന്നത്. ഈ ട്രാക്കിൽ ചില ഹമ്പുകളുണ്ട്. ഇത് നിയന്ത്രിച്ച് താഴേക്ക് ഇറക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അൻഷാദിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ യന്ത്ര തകരാറല്ല എന്നുള്ളതാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണം നടത്തും. ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിവേദനം നൽകിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ ഇത്തരത്തിൽ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതായത് വാഹനം വന്നാൽ അത് ഇറക്കുന്നത് ട്രേഡ് യൂണിയന്റെ ജോലിയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ വാഹനമാണെങ്കിൽ 2000 രൂപയും വലിയ വാഹനമാണെങ്കിൽ 4000 രൂപ വരെയുമാണ് ഇവർ ഇതിൽ നിന്ന് കൂലി ഈടാക്കുന്നത്. എന്നാൽ ട്രെയിൻഡ് അല്ലാത്ത തൊഴിലാളികളാണ്, ലൈസൻസ് പോലും ഇല്ലാത്ത തൊഴിലാളികളാണ് പല അവസരത്തിലും ഈ ഡീലർമാർക്ക് എത്തുന്ന വാഹനം ഇറക്കുന്നത് എന്നുള്ളതാണ് ഡീലേഴ്സ് അസോസിയേഷൻ പറയുന്നത്. ഒപ്പം തന്നെ ഇതിന് പ്രവൃത്തി പരിചയമുള്ള ഇത്തരത്തിൽ പരിശീലനം ലഭിച്ച ഡീലർമാരുടെ ജീവനക്കാർ ഈ വാഹനം പുറത്തേക്ക് ഇറക്കുമ്പോൾ തൊഴിലാളികൾക്ക് നോക്കുകൂലി നൽകേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. ഇതെല്ലാം ഒഴിവാക്കി നൽകണമെന്നാണ് ഡീലർമാരുടെ അസോസിയേഷൻ ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിയമനിർമ്മാണം നടത്തണമെന്നും മരിച്ച റോഷന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും ഈ നിവേദനത്തിൽ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഡീലർമാർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരിക്കുന്നു. ഈ അപകടവുമായി ബന്ധപ്പെട്ട് ട്രേഡ് യൂണിയൻ നൽകിയ വിശദീകരണം തെറ്റാണ് എന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. കളക്ടറുടെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാവുക. റാഫി കരീമാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ ഇക്കാര്യത്തിൽ ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഒരു പ്രതികരണത്തിലേക്കാണ് ഇനി. മുഖ്യമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, വൈവിധ്യമാർന്ന തൊഴിലാളികൾ വേണം ഇത്തരം വാഹനങ്ങൾ അൺലോഡ് ചെയ്യുന്നതിനും കയറ്റുമതി ചെയ്യുന്നതിനും ഉപയോഗിക്കാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന തൊഴിലാളികളെ മാത്രമേ ഉപയോഗിക്കാവൂ. അതിനൊരു നിയമം ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം ഇതേ തന്നെ ട്രേഡ് യൂണിയൻ തൊഴിലാളികളാണ് ഇത് വാഹനം ഇറക്കുമതി ചെയ്യുന്നതും കയറ്റുമതി ചെയ്യുന്നതും. അത്തരം ട്രേഡ് യൂണിയനിൽപ്പെട്ട തൊഴിലാളികൾ ഈ കാര്യങ്ങൾ വൈവിധ്യം നിറഞ്ഞതാണെന്നുള്ളതിന് ട്രേഡ് യൂണിയൻ ആൾക്കാരും എൻഷുർ ചെയ്യാൻ വേണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊരു നിയമപരിരക്ഷ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു. മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ റോഷൻ്റെ കുടുംബത്തിന് ഒരു ധനസഹായം കൊടുത്ത് ആ കുടുംബത്തെ പരിരക്ഷിക്കണം എന്നുള്ളതായിരുന്നു.